സ്നേഹമുള്ളവരെ, യേശു കുരിശിൽ കിടന്ന് പറഞ്ഞ 2 വാക്കുകളിൽ അവിടുത്തെ ജീവിതവും രക്ഷാകര പദ്ധതിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. അതിനുശേഷം കുരിശിൽ തന്നോടുകൂടെ തറയ്ക്കപ്പെട്ട 2 കള്ളന്മാരിൽ ഒരുവൻ അനുദപിച്ചു കഴിയുമ്പോൾ അവനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, കുരിശിൽ തറച്ചത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ പറുദീസായിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും നമ്മൾ ക്രിസ്തുവിൻ്റെ പെസഹായെ, മരണത്തെ, ഉത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ 3 ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ആരാധനകളും പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലെവൽ ഒന്നുകൂടി ഉയർത്തുവാൻ വേണ്ടി. നമ്മൾ ഓൺലൈനൊക്കെ ചില ഗെയിം കളിക്കുമ്പോൾ ഓരോ ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവലിൽ കയറിയാണ് പോകുന്നത്. അതുപോലെയാണ് നമ്മൾ ഓരോ വർഷവും ഓരോ ലെവൽ കയറി സ്വർഗരാജ്യത്തോളം എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ഒരു മലകയറ്റമാണ് നമ്മുടെ ജീവിതം. നമ്മൾ പഴയ നിയമത്തിൽ ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കുവാൻ കൊണ്ടുവരുന്ന കുഞ്ഞാടിനെ കുറിച്ച് പറയുന്ന ഒരു സുന്ദരമായ കാര്യമുണ്ട്. അവർ കൊണ്ടുവരുമ്പോൾ അവിടെ അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പെസഹ കുഞ്ഞാടായി അർപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ന്യൂനമറ്റ കുഞ്ഞാടിനെയാണ് എന്ന്. ഇതാരാണ് തീരുമാനിക്കുന്നത്? ന്യൂനമറ്റതാണോ ന്യൂനതകളുള്ളതാണോ എന്ന് തീരുമാനിക്കുന്നത് പുരോഹിതരും ദേവാലയ ശുശ്രൂഷികളുമായിരുന്നു. പെസഹാചരണത്തിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിനുള്ള ദിവസങ്ങളാണ്. യേശുവിനെയും വിചാരണ ചെയ്യുവാൻ വേണ്ടി പ്രധാന പുരോഹിതരുടെയും പ്രമാണികളുടെയും രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ന്യൂനതയറ്റ കുഞ്ഞാടനെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. അവനിൽ ന്യൂനതകൾ ഉണ്ടോ എന്ന് അവർ തിരയുന്നു. ന്യൂനതകളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർ യേശുവിനെ കുരിശിൽ തറക്കുകയാണ്. ലോകത്തിന്റെ മുഴുവൻ ന്യൂനതകൾ അകറ്റുവാൻ ന്യൂനതകളില്ലാതെ കുരിശിൽ അർപ്പിക്കപ്പെട്ടു അവന്റെ ശരീരം. എൻ്റെ ന്യൂനതകൾ എന്നേക്കുമായി ക്ഷമിക്കുവാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രാർത്ഥന, ദൈവമേ, അവിടുത്തെ പ്രിയപുത്രന്റെ മരണത്തിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം ലെവലപ്പ് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഈ യാത്രയിൽ ചിലപ്പോഴൊക്കെ അവനോടൊപ്പം കുരിശേറിയെന്നും വരാം. അപ്പോഴൊക്കെയും നമ്മൾ തളരരുത്. അവൻ്റെ സഹനത്തിൽ പങ്കുചേരുവാൻ ലഭിച്ച ഭാഗ്യമോർത്ത് ദൈവമേ എന്ന് വിളിക്കുവാൻ സാധിച്ചാൽ സ്വർഗം അവിടുന്ന് നമുക്ക് പകർന്നു തരും. സ്വർഗ സന്തോഷം നുകർന്ന് നൽകും. അവിടുന്ന് നമ്മോടും പറയും, നീയും ഇന്ന് എന്നോടൊപ്പം പറുദീസായിൽ ആയിരിക്കും. ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ യാത്രയെ തുടരാം. ഒരു പടി കൂടെ ഉയർന്ന് ജീവിക്കുവാൻ ഈ വർഷം നിനക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യുഗതകളാൽ അനുഗ്രഹങ്ങൾ നൽകി വിശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.